മെഡിക്കൽ പ്രവേശനത്തിലുള്ള നീറ്റ് പരീക്ഷ അല്പസമയത്തിനകം ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയാണ് പരീക്ഷ. വിദ്യാർത്ഥികളെ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി. 1,00,000-ഓളം MBBS സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 16 പരീക്ഷാ കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. സുനിഷ അയിലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, അല്പസമയത്തിനകം നീറ്റ് പരീക്ഷ തുടങ്ങാനിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? സ്മൃതി, ഏകദേശം 2 മണിയോടുകൂടി തന്നെ പരീക്ഷ ആരംഭിക്കുമെന്നതാണ്. 1:30 വരെയായിരുന്നു ഈ സ്കൂളുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിരുന്നത്. ഏതായാലും ഇവിടെ ഞാൻ നിൽക്കുന്ന സെൻറ് തോമസ് സ്കൂളിലും ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം ഏതായാലും 1:30 വരെയാണ്. പരീക്ഷാ ഹാളിലേക്ക് 1:40 വരെ കടക്കാമെന്നതായിരുന്നു നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം. ഇവിടെയൊക്കെ തന്നെയും 10:30 മുതൽ തന്നെ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. 11 മണി മുതൽ വിദ്യാർത്ഥികളെ പരിശോധനയ്ക്കായി പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കയറ്റുകയും ചെയ്തു. നേരത്തെ തന്നെ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഡ്രസ് കോഡിലടക്കം ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിനനുസരിച്ചുള്ള പരിശോധനകൾ നടന്നിരുന്നു. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പരിശോധനയ്ക്ക് ശേഷം ഈ ഷൂസ്, ചെരുപ്പുകളൊക്കെ തന്നെയും പുറത്ത് അഴിച്ചു വെക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഇവരെ ഓരോരുത്തരെയായി, ഓരോ വിദ്യാർത്ഥികളെയുമായി കടത്തിവിടുകയായിരുന്നു. ഏതായാലും കേരളത്തിൽ 16 കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. രാജ്യത്താകെയായി 557 പരീക്ഷാ കേന്ദ്രങ്ങൾ, വിദേശത്ത് 14 കേന്ദ്രങ്ങളുമായി 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഏതായാലും നിലവിൽ തിരുവനന്തപുരത്തെ ഈ പരീക്ഷാ കേന്ദ്രത്തിലും വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. 11 മണിക്ക് പരിശോധന തുടങ്ങി. ശേഷം 1:30 തന്നെ പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം നടത്തിയിട്ടുണ്ട്. ഇനി 1:40 പരീക്ഷാ ഹാളിലേക്കുള്ള പ്രവേശനവും നിർത്തും. 1:40 വരെയാണ് പരീക്ഷാ ഹാളിലേക്ക് കയറാനുള്ള സമയം. ശേഷം 2 മണി മുതൽ 5:20 വരെയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. ഏതായാലും പരീക്ഷാക്രമങ്ങൾ അകത്ത് തുടങ്ങാനിരിക്കുകയാണ്. പുറത്ത് ഈ വിദ്യാർത്ഥികളുമായി വന്ന രക്ഷിതാക്കളൊക്കെ തന്നെയും പുറത്ത് കാത്തിരിക്കുന്ന സ്ഥിതിയാണ്. നേരത്തെ രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോഴും പ്രധാനമായും പറഞ്ഞൊരു വിഷയം ഈ ചൂടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികളൊക്കെ തന്നെയും ക്യൂ നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഇത്തവണ അതിലൊരു ചെറിയ രീതിയിലുള്ളൊരു പ്രതിഷേധം രീതിയിൽ രക്ഷിതാക്കൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്ലാത്ത രീതിയിൽ എല്ലാം വളരെ കൃത്യമായി തന്നെ ഏതായാലും തിരുവനന്തപുരത്തെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ തയ്യാറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി പരീക്ഷാ ഹാളിലേക്ക് കടന്നിട്ടുണ്ട്. 24 ലക്ഷത്തിലേറെ കുട്ടികളാണ് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. അല്പസമയത്തിനകം പരീക്ഷ തുടങ്ങും.